നമ്മൾ കുമരകത്ത് പിന്നെ നല്ല താറാവും അതുപോലെ തന്നെ പിന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമുക്കൊന്ന് കയറിയിട്ട് നോക്കാം. ചക്കരൻപടി കുമരകം, ചക്കരൻപടി അതാണ് സ്ഥലം അവിടെ, ചക്കരൻപടി. അപ്പോൾ ഓക്കെ, നമുക്ക് അകത്തേക്ക്. ഇതിൻ്റെ കിച്ചണിൻ്റെ അകത്ത് കയറി. ഇനി ഇത് ചെറിയ ചെമ്മീനല്ലേ, ചെറിയ ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നല്ലേ, അടിപൊളി. സാധനം ഇവിടെ അടിച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതും ഞണ്ട് റോസ്റ്റാണോ? റോസ്റ്റ് അല്ലേ? ഓ, വലിയ ഞണ്ട അല്ലേ? പുഴഞ്ഞണ്ടല്ലേ? സ്ലൈസ് ചെയ്തെടുത്ത്. ഓക്കെ, ഇതാ എനിക്ക് വേണ്ടിയുള്ള കരിമീനാണ് ഇപ്പോൾ മസാല വയ്ക്കുന്നത് അല്ലേ? ആ ഓക്കെ. എത്ര ഗ്രാം വരെയുള്ള കരിമീനുകൾ ഉണ്ടാവും പൊതുവെ ഇവിടെ? 400 ഗ്രാം വരെ വരുന്നത് അല്ലേ? അതാ, ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് ശേഷം പിന്നെ പൊള്ളിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഇത് ഡക്ക് കാണാം കേട്ടോ. ഡക്കാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഹൈലൈറ്റ്, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം അറിഞ്ഞത്. ഡക്കും അതുപോലെ തന്നെ നമ്മളെ കരിമീൻ പൊള്ളിച്ചതും. അപ്പോൾ ഇതും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചതിനുള്ള ആ ഗ്രേവി ഇലയിലേക്ക് ഇട്ട് സെറ്റാക്കുന്നതാണ് കേട്ടോ, പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കാഷ്യൂ ഒക്കെ ഇടുന്നുണ്ട് അല്ലേ? അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. മീൻ അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് വെക്കാം. വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഗ്രേവി ഒന്നും കൂടെ കൊടുക്കും. എന്നാൽ ആ മസാല നമുക്ക് ആ മീനിലേക്കൊന്ന് ഇറങ്ങി കിട്ടുള്ളൂ, ഒന്ന് ദമ്മായി വരുമോ അല്ലേ? ഓക്കെ, അടിപൊളി, പെർഫെക്റ്റ്. ഇനി ഇതൊന്ന് നന്നായി കറിവേപ്പില വെച്ചുകൊടുക്കുക, തക്കാളി വെച്ചുകൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ടല്ലേ? നമ്മൾ അങ്ങനെ ക്യാരറ്റ് ഇടില്ല. ഞാൻ മാങ്ങ വെച്ചിട്ട് ഇതേപോലെ, പഴുത്ത മാങ്ങ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റൈസിനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതാ പൊള്ളിക്കുന്നതാണോ, നല്ല ചട്ടിയിൽ ഉരുളിയിലിട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. രണ്ട് സൈഡും കൂടെ ഒന്ന് നല്ല ദമ്മായി വരും. അപ്പോൾ ഓക്കെ, ഞാൻ കഴിക്കാൻ ടേബിളിലേക്ക് പോട്ടെ. അപ്പോൾ കേട്ടറിഞ്ഞിട്ട് വന്ന 2 സാധനവും എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അവരെന്നോട് ചെമ്മീനും കൂടെ എടുക്കുന്നതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇത് നോക്കട്ടെ, ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് എടുക്കാം. വലിയ അപ്പോൾ വേണ്ട. വലിയ പിന്നെ കരിമീനാണ് കേട്ടോ. അതാ പൊള്ളിച്ച് നല്ല ഓയിൽ, നല്ല മണവും. ഓ, എനിക്കിത് ഇത് തോന്നി റൈസിനും കാഷ്യൂ ഇട്ടത് നല്ലൊരു തീരുമാനമാണ് അവരെ. അതാ കണ്ടോ, റൈസിനും കാഷ്യൂ നമ്മളവിടുന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ടേ. അതാ കണ്ട. ഓ, അടിപൊളി, നല്ല മണം. ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് പ്ലേറ്റിലേക്ക് മീൻ തരാം. ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യില്ല. സെർവ് ചെയ്യാണ്ട് ഇവിടുന്ന് തന്നെ പൊറോട്ട എടുത്ത്, നല്ല പൊറോട്ട എടുത്ത് മീൻ ഇതാ. ആഹാ, നല്ല സോഫ്റ്റ് കേട്ടോ, നല്ല സോഫ്റ്റ് മീൻ, നല്ല മസാല. ആ ഗ്രേവിനായിട്ട് ടച്ച് നോക്കി. ഇതിൻ്റെ കൂടെ ഞാനൊരു കാഷ്യൂ ഇടുന്നുണ്ട്, ഒരു റൈസിനും ഇടുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു ഫ്ലേവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ക്ലാസ് സാധനം. പപ്പടം തരാം. അടിപൊളി ആയിട്ട് കേട്ടോ. ഇല്ല, വേണ്ട. ഇല്ല, മതി. അടിപൊളി ഐറ്റം. കിക്കിടു എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം ചെയ്യുക, അടുത്ത റിവ്യൂവും കൂടെ കപ്പൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒന്നുകൂടെ അടിക്കാം. പൊറോട്ടൻ്റെ കൂടെ താറാവ് അടിക്കാം. എന്നിട്ട് കപ്പയും നല്ല കണ്ടിട്ട് നല്ലുണ്ട്, നോക്കട്ടെ. നല്ല സോഫ്റ്റ് കപ്പ കേട്ടോ. അപ്പോൾ അനൂഷിന് ചോറാണ് നല്ല, അതുകൊണ്ട് ഞാൻ ഓന് സെപ്പറേറ്റ് ചോറിനാണ്. ഓന് ചോറ് നല്ല ഇഷ്ടമാണ് പൊതുവെ. ചിലപ്പോൾ കറി കൂട്ടും, നോക്കാം. കറി വേണ്ട, വേണ്ട, അതാ. കറി വേണ്ട. അപ്പോൾ കറി ഇല്ലാണ്ട് ഇതാ മീൻ. ഓക്കെ, ഞാൻ ചൂട് പോട്ടെ. ഇതാ, ഓ, താറാവൊക്കെ ഇതാ എല്ലും ഇങ്ങനെ ഊരി വരും കേട്ടോ. ഇതാ കണ്ടോ, ഇതാ. ഓ, എക്ദം സോഫ്റ്റ്. ഇതാ താറാവും അതിൻ്റെ ഗ്രേവിയും പൊറോട്ടയും. ഇതാ ഇതാ വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ ആ മല്ലിയും കൂടിയുള്ള ആ ഫ്ലേവർ ഉണ്ടല്ലോ താറാവിൻ്റെ കൂടെ കിട്ടുന്ന വെളിച്ചെണ്ണയും മല്ലിയും, അടിപൊളി.
കിടു ആ കപ്പയും കൂടെ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. ഇനി വേറെയും കൂടെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലേവർ കളയണ്ട. അപ്പോൾ ഈ ഒരു ഫ്ലേവറിൽ 2 ഫ്ലേവറിലും കിക്കിടും. എൻ്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്താൽ നമ്മളെ ഫുഡ് ആയിട്ട് സാബു കേട്ടോ. മൂപ്പര് പറഞ്ഞിട്ട് എന്തായാലും കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അടിപൊളി. ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് ഇരിക്കട്ടെ. ഓളാർന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ വേമ്പ തിന്നാന്ന് പറയുന്നു. കണ്ണുകൊണ്ട് ആക്ഷൻ. അപ്പോൾ ഓക്കെ, ഞാൻ ഇത് കഴിക്കട്ടെ. പാലേ പോകുന്ന വഴിക്ക് കനാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാ കോഫി ആൻഡ് സ്നാക്സ്. ഇവിടെ നല്ല കട്ട്ലറ്റ് ഉണ്ട് എന്നുള്ള അറിഞ്ഞിന്. കട്ട്ലറ്റ് അതുപോലെ തന്നെ കസ്റ്റാർഡും. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് കഴിക്കാം. വാ. ഇത് നമ്മൾ സെൽഫ് സർവീസാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ സാധനമൊക്കെ ഇവിടെ എല്ലാം സെറ്റായി മുന്നിൽ വന്നിട്ടുണ്ട്. കട്ട്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ റോളുണ്ട്, പിന്നെ കസ്റ്റാർഡ്. ഇത് 3 ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് സോസും ഉണ്ട്. സോസ് പിന്നെ ഞാൻ വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല. ടൊമാറ്റോ സോസ് ഇതാ ചിക്കൻ ഏകദേശം ലെങ്ത്ത് ഇതാ. പിന്നെ ഞാൻ കട്ട്ലറ്റ് ലെങ്ത്ത് ഏകദേശം കാണിച്ചാൽ ഇതാ എൻ്റെ കൈൻ്റെ ഇവിടുത്തം വരെ ഉണ്ട്. ഇത്ര ലെങ്ത്ത് ഉണ്ട്. പക്ഷെ നേരിയ കട്ട്ലറ്റാണ്, വളരെ നേരിയതാണ്. അപ്പോൾ നേരിയതായതുകൊണ്ട് എന്തായാലും ക്രിസ്പിക്ക് ചാൻസസ് കൂടുതലാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള. ഞാൻ പിന്നെ സോസ് പൊതുവേ കൂട്ടൽ കുറവാണ്, ടൊമാറ്റോ സോസ്. ഇതൊന്നും എന്തായാലും ബൈറ്റ് ചെയ്യട്ടെ. നല്ല ചിക്കണ് നന്നായി എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുത്ത് പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ചിക്കനാണ് മുകളിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് എന്താ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സുഖവും പുറത്തുള്ള ആ ടെക്സ്ചറും ഉള്ളിൽ നിന്നുള്ള ആ സോഫ്റ്റ്നെസ്സും അടിപൊളി. ഞാൻ മുമ്പ് ഒരു മിനി കട്ട്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ടിപ്പിക്കൽ ആ ഒരു കോൺസെപ്റ്റിൽ കിട്ടുന്ന ഒരു ക്രഞ്ചാണ്. അടിപൊളി. അപ്പോൾ ഇതൊന്നും സോസ് കൂട്ടാറില്ല. ചില്ലി സോസും ഉണ്ട്, ടൊമാറ്റോ സോസും ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതൊക്കെ ഉണ്ടോ, അതിൻ്റെ തിക്നെസ് ഉണ്ടോ, അവിടെ കൂട്ടിയിട്ട് ഒന്ന് ഒരു ബൈറ്റ്. അടുത്ത സാധനമൊന്നും ഞാൻ പറയാം. കരിയപ്പെന്നോ ചിക്കൻ റോളെന്നോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരുകളാണ്. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതും ഞാനൊരു ബൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൈറ്റിൽ മീറ്റ് കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും നോക്കാം. ഉണ്ടോ ഫ്രഷ് നല്ല ചൂടോടെ അപ്പം പൊരിച്ചു തരുന്ന സാധനമാണ്. റെഡിയായിട്ട് സാധനം ഉണ്ടാവില്ല, നമ്മൾ വന്ന് ഓർഡർ ചെയ്താൽ ചെയ്തിരുന്നത്. നന്നായി നല്ല ക്രിസ്പിയായിട്ട് ഇവർ കൊടുക്കുന്ന ക്രംബ് സൂപ്പറാണ്. അപ്പോൾ ആ ക്രംബിൻ്റെ പ്രത്യേകതയും ഉള്ളിലത്തെ മസാലേൻ്റെ പ്രത്യേകതയും. ചിക്കൻ അടിപൊളി. മസാലയും ഏകദേശം സിമിലർ മസാലയാണ്, പക്ഷേ രണ്ടിൻ്റെ ടെക്സ്ചർ മാറുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതാ. ഇത് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് കസ്റ്റാർഡ്. ആണ്. കസ്റ്റാർഡ് എപ്പോഴും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു പീസ് എടുക്കുക. ഇങ്ങനെ കുലുങ്ങണം. ഇതാ കണ്ടോ, ഈ കുലുങ്ങണം. ഇത് കഴിക്കുമ്പോൾ ആ സോസും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് വേണം കഴിക്കാൻ. ഞാൻ സോസ് എടുത്തിട്ടില്ല, 1 മിനിറ്റ്. എന്നുവെച്ചാൽ കസ്റ്റാർഡ് സോസും എടുത്ത് ഒരു പീസും എടുത്ത് എന്നിട്ട് കഴിക്കാം. അപ്പോൾ അടിപൊളി ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനം. അതിൻ്റെ കൂടെ ജിഞ്ചർ ലൈമും ഉണ്ട്. നല്ല സാധനം. ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഇത് ഏറ്റവും ടോപ്പ്. അതുപോലെ തന്നെ റോളും നല്ല റോള്, നല്ല ക്രംബാണ് ഇവരുടെ യൂസ് ചെയ്യുന്ന, നല്ല ക്രംബാണ്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ടുള്ള വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ പാലയിൽ നേരെ ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. ഈരാറ്റുപേട്ടയിൽ നല്ല കാന്താരി ചിക്കൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് കിട്ടിയ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല മഴ, എന്താ രസം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ കോട്ടയത്ത് ഈ റബ്ബറിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള സുഖം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിനെ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓട്ടോ വെച്ചല്ല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബിസ്മി, ഈരാറ്റുപേട്ടയിലുള്ള കേട്ടോ. ഓക്കെ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്ന് കയറട്ടെ. നല്ല കോരിച്ചൊരുന്ന മഴ.
ഇവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്ന് നോക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ റെഡിയാണിപ്പം. അപ്പോൾ ഈ അറ്റത്തുള്ള എന്താണ് ബീഫ് ഫ്രൈ അല്ലേ? അതിൻ്റെ ഇപ്പുറം ഉള്ളത് പിന്നെ ഇത് ബീഫ് ഡ്രൈ ഫ്രൈ, ചിക്കൻ 65. ഇത് ഇടിയിറച്ചി കേട്ടോ, ബീഫിൻ്റെ ഇടിയിറച്ചിയാണ്. നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് കാണുന്നുണ്ട് സാധനം. പിന്നെ ഇപ്പുറത്തുള്ളത് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. ഓക്കെ, പിന്നെ ഇതാണ് കാന്താരി. ഇത് ഈ സാധനം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. കാന്താരി, ചിക്കൻ കാന്താരി. ഇപ്പുറത്തുള്ളത് കൂന്തൽ. പിന്നെ ഇത് ബോട്ടി, പിന്നെ കക്ക. ഇത് ബീഫ് പൊള്ളിച്ചത്. ഓക്കെ, മീൻ പൊള്ളിച്ചത്, കപ്പ, പിന്നെ ചിക്കൻ പൊള്ളിച്ചത്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് കഴിക്കാം. പൊറോട്ട ഉണ്ട്. ഞാൻ കാന്താരി ചിക്കൻ മസാലയൊക്കെ ഉണ്ട്. നല്ല കാന്താരി മുളക് തന്നെ. ഇതാ ഇവിടെ ചെറുങ്ങനെ മുളകൊക്കെ കാണാം. ഇതാ അതൊന്ന് കാണിച്ചു. ഇതാ കണ്ടോ, ഇതാ കാന്താരി മുളക് ചെറിയ ചുവന്ന്. ഓക്കെ, കാന്താരിയിൽ ചെയ്തെടുക്കുന്ന സാധനം. അപ്പോൾ കാന്താരി കുറേ ഉണ്ട്. ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി കേട്ടോ. കാന്താരി പൊതുവെ കൊളസ്ട്രോളിനെ കുറക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളൊരു സാധനമാണ് കാന്താരി. അപ്പോൾ നമ്മൾ തീറ്റക്കെല്ലാം നല്ലതാണ്. കാന്താരിൻ്റെ മൊട്ട് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് കേട്ടോ. ഒന്ന് ഉടച്ചെടുത്ത് ഒരു കാന്താരി മുളകും ഇതിലിട്ട് ഒന്ന് കൂട്ടിപ്പിടിച്ച് കാന്താരിൻ്റെ കിടു ഫ്ലേവർ, കാന്താരിൻ്റെ ഫ്ലേവർ അതാണ് ഇതിൽ കേട്ടോ. കാന്താരിൻ്റെ നല്ല എരിവ്, നല്ല രസമുള്ള എരിവില്ലേ, അടിപൊളി സാധനം. കാന്താരിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മിസ്സാക്കണ്ട. ഈരാറ്റുപേട്ടയിൽ നിങ്ങളെല്ലാവരും എത്തിക്കോ, ഈ ഭാഗത്തുള്ളവരൊക്കെ. ഇത്രയും നല്ല കാന്താരിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അടിപൊളി. ആ മസാല മുഴുവൻ കാന്താരി. ഇടിച്ചിറച്ചി ബീഫ് ഇടിച്ചത്. ഇതാ ഫുള്ള് ഡ്രൈ കേട്ടോ. ഇതാ കണ്ടോ, ഉണ്ടോ, ജീരകവും എല്ലാം ഇട്ടിട്ടുള്ള സാധനം. പക്ഷെ ഇത് ഏടി എത്തൂല. ഇതിങ്ങനെയാണ്. അടിപൊളി. ഇതെന്ത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇത് നല്ല സാധനം. പക്ഷെ ഇത് ഫ്ലേവറിൽ ടോപ്പ്, ഇതിൻ്റെ ഡ്രൈലി ടോപ്പ്, അങ്ങനെ പറയാം. അടിപൊളി സാധനം. ഇത് പറഞ്ഞു തന്നാൾ ഒരു താജുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള ആളാണ്. മൂപ്പര് സജസ്റ്റ് ചെയ്ത് എന്തായാലും പോയോക്കോ, ഇഷ്ടപ്പെടും. അങ്ങനെ കോട്ടയത്ത് നിന്ന് പാല കഴിഞ്ഞിട്ട് നേരെ ഇവിടെ എത്തിയാണ്. വന്നതിന് മുതലായി. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്യാം. നമ്മൾ കുടുംബമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി നമ്മൾ എല്ലാം തിന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഐസ്ക്രീം, ഇവിടുത്തെ ഐസ്ക്രീം എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് കേട്ട്. അപ്പോൾ അതും കേട്ടിട്ട് ഫൈനൽ എന്നാൽ ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ തൃപ്തി ഐസ്ക്രീം പാർലർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാങ്ങി കഴിക്കട്ടെ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വനില ഐസ്ക്രീം ഹോം മെയ്ഡാണ്. അപ്പോൾ ഈ വനില ഐസ്ക്രീമാണ് ഇവിടെ മെയിൻ. ബാക്കിയുള്ള ഐസ്ക്രീമൊക്കെ ഹോം മെയ്ഡ് അല്ല, പുറത്തുള്ള ബ്രാൻഡുകളാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് പുഡിങ് വിത്ത് പിന്നെ ഐസ്ക്രീം, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീമിൻ്റെ മാത്രം ഫ്ലേവർ ഒന്ന് നോക്കട്ടെ. ഇത് കഴിച്ചപ്പോൾ ഓർമ്മ വന്നത് നമ്മൾ പയ്യന്നൂർ ഒരു കൂൾ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് വളരെ പഴയ കാലത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ദെൻ ഐസ്ക്രീം പാർലർ. അവിടുത്തെ അതേ ഫ്ലേവർ, അവിടുത്തെ ഐസ്ക്രീം അവിടെ മാത്രമായിരുന്നു ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഫ്ലേവർ ഇപ്പോൾ എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഇതുള്ളത് പാലയിലുള്ള സ്ഥലമാണ്. അടിപൊളി. പക്കാ തന്നെ. പക്ഷെ അവിടെ ഇങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. ഇത് അതിൻ്റെ കൂടെ പുഡിങ് അതാ പുഡിങ് എസൻസ്, വനില എസൻസ്, അങ്ങനെ ഏലക്കായി അതൊക്കെയുള്ള മിക്സുകളിൽ ഇട്ടിട്ട് ഒന്ന് ജലാറ്റിനിട്ട് ഉറപ്പിച്ചതാണ്.
അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. നോർമൽ ഐസ്ക്രീമിനാണ് ശരിക്കും സ്പെഷ്യാലിറ്റി ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നോർമലാണ്. ഐസ്ക്രീം നല്ല ഒരു ഹോം മെയ്ഡ് ആ ഒരു ഫീലാണ് ഈ സാധനത്തിന്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് എല്ലാവരോടും അനുഷ് ബബായ് പറയല്ല. കുട്ടിക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് കുട്ടിക്ക് ചോക്ലേറ്റ് തന്നെ വാങ്ങി ഇവിടുന്ന് ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കണ്ടല്ല 3-4 വെറൈറ്റി സാധനങ്ങളും 3-4 കോട്ടയം ജില്ലയിലുള്ള 4 സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് പോയിരുന്ന് കഴിച്ച സ്ഥലങ്ങൾ. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ഇവിടുന്ന് തന്നെ ഞാൻ ബബായ് പറയുന്നു.